മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പൻ ചെരിഞ്ഞു എന്നുള്ള നിർഭാഗ്യകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 12 മണിയോടുകൂടിയാണ് ആന ചെരിഞ്ഞത്. തലയിലുണ്ടായ മുറിവിൽ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അണുബാധയുണ്ടായതാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള സൂചന. വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള ഡോക്ടേഴ്സിന്റെ സംഘം ആനയെ പരിശോധിക്കുകയാണ്. ഇന്നലെ വരെ ആന 2 ദിവസമായി ആനയെ അഭയാരണ്യ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിട്ട് അവിടെ വെച്ച് ആനയ്ക്ക് അണുബാധ നീക്കുന്നതിനടക്കമുള്ള ചികിത്സയും മറ്റും നൽകി വരുന്നതിനിടെ രാവിലെ മുതൽ ആന അസ്വസ്ഥനായിരുന്നു. അതിനുശേഷം ഇത് മുന്നിൽ കണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധമായ പരിശോധനകളും മറ്റും നടത്തി വരികയാണ്. 12 മണിയോടുകൂടിയാണ് ആന ചെരിഞ്ഞത്. അണുബാധയാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഔദ്യോഗികമായ ഒരു വിശദീകരണം വനംവകുപ്പിന്റെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നെറ്റിയിൽ 1 അടിയോളം ആഴത്തിലുള്ള മുറിവാണ് ആനയ്ക്ക് ഉണ്ടായത് എന്ന് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ വെറ്റിനറി ഓഫീസർമാർ അറിയിച്ചിരുന്നു.